പ്രിയപ്പെട്ട 9ാം ക്ലാസ്സുകാരെ, നിങ്ങൾ ഈ തവണത്തെ ഓണത്തിന്റെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്ന സെയിം ക്വസ്റ്റ്യൻസ് ഇതാ സാർ ഇവിടെ പറയാൻ പോവാണ്. കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് എനി പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്. അതായത് പൂർണ്ണാന്തര പ്രതിഫലനത്തിന്റെ ഉപയോഗങ്ങൾ എഴുതാനാ വേണ്ടി പറഞ്ഞ്, ഒരു ഉപയോഗം എഴുതാനാ പറഞ്ഞ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? 2-3 പഠിച്ചു വെച്ചേക്കാം. 1 റിഫ്ലക്ടറിൽ ഉപയോഗിക്കാം, 2 പെരിസ്കോപ്പിൽ ഉപയോഗിക്കാം, 3 ഒപ്റ്റിക്കൽ ഫൈബറിൽ ഉപയോഗിക്കാം. പഠിച്ചു വെച്ചേക്കണേ. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ: കാൽക്കുലേറ്റ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്. എടാ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അപവർത്തനാങ്കം കാണാൻ പറഞ്ഞാൽ ഒരു ഇക്വേഷൻ അങ്ങോട്ട് പഠിച്ചു വെച്ചാൽ മതി. സിമ്പിൾ ഇക്വേഷൻ ആണ്. n = എന്താ? C/V. എന്താ ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. ഇതിൽ n ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അപവർത്തനാങ്കം. സി എന്ന് പറഞ്ഞാൽ വാക്വത്തിലൂടെ അല്ലെങ്കിൽ ശൂന്യതയെക്കൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡാ. അത് നിങ്ങൾ ഇപ്പം തന്നെ ബൈഹാർട്ട് പഠിച്ചു വെച്ചോ. 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഓക്കെ, ഇനി ഇവിടെ എന്ത് തന്നിട്ടുണ്ടെന്ന് അറിയോ? ഗ്ലാസ്സിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡ് തന്നിട്ടുണ്ട്. അത് എത്രയാ? ഗ്ലാസ്സിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡ് അതാണ് v. അത് എത്രയാടാ? 2 × 10⁸ മീറ്റർ/സെക്കൻഡാ. അപ്പൊ സിയും തന്നിട്ടുണ്ട്, വിയും തന്നിട്ടുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അപവർത്തനാങ്കം കാണണം. അപ്പൊ n = എന്ത് വരും? 3 × 10⁸ ഡിവൈഡഡ് ബൈ 2 × 10⁸. ആ 10⁸ ഒന്ന് കണ്ട് പേടിക്കണ്ട, രണ്ടും വെട്ടിക്കാള്. താഴത്തെ മുകളിലല്ലേ, രണ്ടും വെട്ടുക. സെറ്റ് അല്ലേ? അപ്പൊ 3/2 എന്ന് പറഞ്ഞാൽ എത്രയാടാ? 1.5 എന്ന് കിട്ടി. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് യൂണിറ്റ് ഇടണോ? യൂണിറ്റ് ഇടാൻ പാടില്ല. അപവർത്തനാങ്കത്തിന് എന്തില്ല? യൂണിറ്റ് ഇല്ല. സെറ്റ് ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ സാർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. n = C/V. ഓക്കെ, ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദിക്കുക: ഇഫ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട് ഈസ് 2.4. ഡയമണ്ടിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട് 2.4 ആ. ഓക്കെ, വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ദാറ്റ് പാസ് ത്രൂ ഇറ്റ്? അതായത് ഡയമണ്ട് കൂടെ, വജ്രത്തിൽ കൂടെ പ്രകാശം എത്ര സ്പീഡിലാണ് പോവാന്ന് കാണണം. ലൈറ്റ് എത്ര സ്പീഡിലാണ് പോവാന്ന് കാണണം. അപ്പൊ ലൈറ്റിന്റെ സ്പീഡ് കാണണം, v കാണണം. v നമുക്ക് അറിയൂല, v കാണണം. പക്ഷെ c നമുക്കറിയാം. c എപ്പോഴും തന്നെയാട്ടോ. സിന്റെ വാല്യൂ ഒരിക്കലും മാറൂല, ഇത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ n = C/V നമ്മളോട് എഴുതി വെക്കും. അതിന് ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ? ഒരു ബുദ്ധിമുട്ടില്ല, ഒരു പ്രയാസവും ഇല്ല. ഇനി എന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കും? 2.4 എന്ന് കൊടുക്കും. ഈക്വൽ ടു സിന്റെ സ്ഥാനത്ത് 3 × 10⁸ എന്ന് കൊടുക്കും. ഡിവൈഡഡ് ബൈ v. v നമുക്കറിയില്ല, v തന്നെ എഴുതുക. സെറ്റാണേ? ഇനി v കാണണമെങ്കിൽ എന്ത് ചെയ്യാറിയോ? v = എന്ന് എഴുതുക. 3 × 10⁸ അവിടെ തന്നെ ഉണ്ട് അല്ലെ? ഈ 2.4 എന്ത് ചെയ്യും? ഇങ്ങോട്ട് വരും അല്ലെ? അപ്പൊ 2.4 എന്ത് ചെയ്യാണ്? അങ്ങോട്ട് വരാൻ പോവാണ്. അപ്പൊ ബൈ 2.4 ആവും. ഇനി മക്കൾ നോക്ക്, 3/2.4 അല്ലെ? ആ 3/2.4 എത്ര ചെയ്യാം? സിമ്പിൾ ആയിട്ട് ചെയ്യാം. 3/2.4 ചെയ്യും മക്കളെ. 3/2.4 എങ്ങനെ ചെയ്യാം? ഇവിടെ പോയിന്റിന് ശേഷം അല്ലടാ, ഇവിടെ പോയിന്റിന് ശേഷം ഒരു നമ്പർ അല്ലേ ഉള്ളു. അപ്പൊ പോയിന്റ് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യടാ? പോയിന്റ് ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ 10 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പൊ മുകളിലും 10 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പൊ 30 / 24 എന്ന് വരും. എന്ന് പറഞ്ഞാല് അത് എത്രയാടാ? എന്ന് പറഞ്ഞാൽ അത് 1.25 ആയിരിക്കും അല്ലെ? എത്രയായിരിക്കും? 1.25 ആയിരിക്കും അല്ലെ? ആ ചെയ്ത് കഴിഞ്ഞാൽ 1.25 കിട്ടും. അപ്പൊ 1.25 എന്ന് എഴുതുക. പിന്നെ ഇവിടെ ബാക്കിയുള്ളത് ആരാ നോക്ക്? ഒരു 10⁸ അല്ലേ? ആ 10⁸ അങ്ങോട്ട് കൂടെ എഴുതുക. അപ്പൊ 1.25 × 10⁸ മീറ്റർ/സെക്കൻഡ്. പരിപാടി കഴിഞ്ഞു. സെറ്റാണേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: അറേഞ്ച് ദ മീഡിയം ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. 4 മീഡിയം, 4 മാധ്യമങ്ങൾ തന്നിട്ടുണ്ട്. പ്രകാശിക സാന്ദ്രത കൂടി വരുന്ന ക്രമത്തിൽ എഴുതുക. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടി വരുന്ന ക്രമത്തിൽ എഴുതണം. അപ്പൊ മക്കളെ, കൂടി വരുന്ന ക്രമത്തിൽ എഴുതുന്ന സമയത്ത് മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. കട്ടി ആലോചിച്ചാൽ മതി. ഏറ്റവും കട്ടി കുറവ് ആർക്കാ? അയാൾക്കാണ് പ്രകാശിക സാന്ദ്രത, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവ് എന്ന് ആലോചിക്കുക. ഇതൊരു ട്രിക്കാ. ഈ 4 ഓർത്ത് വെക്കൽ ട്രിക്കാ. ശരിക്കും അങ്ങനെയല്ല. സാധാ ഡെൻസിറ്റി അല്ല, സാധാ സാന്ദ്രതയല്ല, നമുക്കറിയാം. എന്നാലും ഇത് ഓർത്ത് വെക്കുള്ള ഒരു ഐഡിയ. ഏറ്റവും കട്ടി കുറവ് ആർക്കാ? എയറിനല്ലേ? അയാൾക്കായിരിക്കും പ്രകാശിക സാന്ദ്രത അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കുറവുള്ളത് അല്ലെ? കൂടി വരുന്ന ക്രമത്തിൽ എഴുതുന്നുണ്ട്. ഇനി അടുത്ത്, ഇതിനേക്കാൾ കൂടുതലാണ് ആർക്ക്? ഇതിനേക്കാൾ കൂടുതലാണ് ആർക്ക്? വാട്ടറിനല്ലേ? വാട്ടറിന് കുറച്ചുകൂടി കട്ടി കൂടുതലല്ലേ? അല്ലെ? വായുവിനേക്കാൾ, എയറിനേക്കാൾ കട്ടി കൂടുതലാ. അതിലും കട്ടി കൂടുതൽ ആർക്കാ? ആലോചിച്ച് നോക്കുക. അതിനും കട്ടി കൂടുതൽ ആർക്കാ? ഗ്ലാസിന്. ഗ്ലാസിന് അല്ലെ? ഗ്ലാസിനാണ്. ഏറ്റവും കട്ടി കൂടുതൽ ആർക്കാ? ഡയമണ്ടിന്. അയാൾക്കാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടുതലുള്ളത് എന്ത് ചെയ്യുക? ആലോചിച്ച് വെച്ചേക്കാം. ഓക്കെ, കട്ടീന്റെ ക്രമത്തിൽ ആലോചിച്ചാൽ പെട്ടെന്ന് സംഭവം കിട്ടും. ഓക്കെ, ഇനി അടുത്ത്, അറേഞ്ച് ദ മീഡിയം ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. പ്രകാശിക സാന്ദ്രത കൂടി വരുന്ന ക്രമത്തിൽ എഴുതാൻ വേണ്ടി പറഞ്ഞു മക്കളെ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, പ്രകാശിക സാന്ദ്രത കൂടി വരുന്ന ക്രമത്തിൽ എഴുതാൻ വേണ്ടി പറഞ്ഞാലും
റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ അപവർത്തനാങ്കം കൂടി വരുന്ന ക്രമത്തിൽ എഴുതാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾ ഒരുപോലെ എഴുതണ്ട്. ഓക്കെ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടി വരുന്ന ക്രമത്തിൽ എഴുതാൻ പറഞ്ഞാലും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ അപവർത്തനാങ്കം കൂടി വരുന്ന ക്രമത്തിൽ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ഒരുപോലെ എഴുതണ്ട. അപ്പൊ നേരത്തെ എങ്ങനെയാണോ എഴുതിയത് അതുപോലെ തന്നെ എഴുതി വെക്കുക. സാർ വെറുതെ എഴുതി എന്ത് ചെയ്യുന്നില്ല, സമയം പോക്കുന്നില്ല. ഇനി അറേഞ്ച് ദ മീഡിയം ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ഇറ്റ്, അല്ലെ? അതായത് ഈ പ്രകാശത്തിന്റെ വേഗത കൂടി വരുന്ന ക്രമത്തിൽ എഴുതാൻ വേണ്ടി പറഞ്ഞു വിചാരിച്ചോ. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ചെയ്താ, ആർക്കാണോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടുതൽ ഉള്ളത് അതിലൂടെ ലൈറ്റ് ഏറ്റവും മെല്ലെ പോവുള്ളൂ. എവിടെയാണോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി പ്രകാശിക സാന്ദ്രത ഏറ്റവും കുറവുള്ളത് അതിലൂടെ ലൈറ്റ് ഏറ്റവും സ്പീഡ് പോകും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഏറ്റവും സ്പീഡ് കുറവ് എവിടെയായിരിക്കും? ഏറ്റവും സ്പീഡ് കുറവുള്ള ആളെ ആദ്യം എഴുതുക. ഏറ്റവും സ്പീഡ് കുറവ് എവിടെയാ? ഏറ്റവും സ്പീഡ് കുറവ് എവിടെയാ? ഡയമണ്ടില് അല്ലെങ്കിൽ വജ്രത്തില്. അതിനേക്കാൾ സ്പീഡ് കൂടുതലാണ് ഇവിടെ. ഗ്ലാസ്സില്. അതിനേക്കാൾ സ്പീഡ് കൂടുതലാണ് ഇവിടെ വാട്ടറില്, ലൈറ്റിന്. ജലത്തില് ഏറ്റവും സ്പീഡ് ഇല്ല, എയർ കൂടെ അല്ലെങ്കിൽ വായു കൂടെയാണ് ലൈറ്റ് ഏറ്റവും സ്പീഡ് പോവാ. സെറ്റാണേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരു ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് വരിക, ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് വരിക. അപ്പൊ എല്ലാവർക്കും അറിയാം, ഒരു മാധ്യമത്തിൽ നിന്ന് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് വരുന്ന സമയത്ത് ആ ലൈറ്റ് ചെറുതായിട്ടൊന്ന് ചെരിയുന്നുണ്ട്. ആ ലൈറ്റിന് ചെറിയൊരു ബെൻഡിങ് സംഭവിക്കുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റിഫ്രാക്ഷൻ, അപവർത്തനം. അത് സംഭവിക്കാനുള്ള കാരണം എന്താണെന്ന് എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ആ ബെൻഡിങ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ റിഫ്രാക്ഷൻ സംഭവിക്കാനുള്ള കാരണം എന്താണ്, അപവർത്തനം സംഭവിക്കാനുള്ള കാരണം എന്താണ്? പഠിച്ചു വെച്ചേക്കണം. എന്താണ് കാരണം? ലൈറ്റിന്റെ സ്പീഡ് മാറും. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ലൈറ്റിന്റെ സ്പീഡ് മാറും, അല്ലെങ്കിൽ പ്രകാശത്തിന്റെ വേഗത മാറും. സാർ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, അത് വായിച്ച് പഠിച്ചേക്കുക. സെറ്റാണല്ലോ? ഓക്കെ, സമയം പോകുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ അബവ് ഫിഗേഴ്സ് റെപ്രസെന്റ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ? പൂർണ്ണാന്തര പ്രതിപതനം കാണിക്കുന്ന ചിത്രം ഏതാണ് മക്കളെ? പൂർണ്ണാന്തര പ്രതിപതനം എന്താ നിങ്ങൾക്ക് അറിയാം? ഒരു ലൈറ്റ് എന്ത് ചെയ്യാണ്? ഒരു ലൈറ്റ് ഇങ്ങനെ പോയി തട്ടിയിട്ട് ആ ലൈറ്റ് എവിടുന്നാണോ വന്നത് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകണം. എവിടുന്നാണോ ലൈറ്റ് വന്നത് അങ്ങോട്ട് തന്നെ ലൈറ്റ് എന്ത് ചെയ്യണം? തിരിച്ചു പോകണം. ഇനി നിങ്ങൾ നോക്ക്, ഇതിൽ എത്ര ചിത്രത്തിലാണ് വന്ന സ്ഥലത്തേക്ക് തന്നെ ലൈറ്റ് തിരിച്ചു പോകുന്നത്? നിങ്ങൾ നോക്കി നോക്ക്. വന്ന സ്ഥലത്തേക്ക് തന്നെ ലൈറ്റ് തിരിച്ചു പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് മക്കൾ നോക്കി നോക്ക്. പെട്ടെന്ന് നോക്ക്, എല്ലാവരും നോക്കിയിട്ട് പറ. വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകണം. വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകണം. ഒന്ന്, വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകണം. രണ്ട് ചിത്രങ്ങള് അല്ലെ? ഇനി വേറെ ഏതെങ്കിലും ചിത്രത്തില് വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകണം. നിങ്ങൾ നോക്ക്, ഇത് വാട്ടർ എന്നാ വന്നത്, തിരിച്ച് വാട്ടറിലേക്ക് തന്നെ പോരുക. ഇത് ഗ്ലാസ്സിൽ നിന്നാണ് വരുന്നത്, തിരിച്ച് ഗ്ലാസ്സിലേക്ക് തന്നെ പോരുക. ഇതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കാണിക്കുന്ന രണ്ട് ചിത്രങ്ങൾ. ഓർത്ത് വെച്ചേക്കണം, എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് ഇൻ ദിസ് കേസ്? ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോൺ എത്രയാണെന്ന് ചോദിച്ച മക്കളെ. ഈ ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുമ്പോൾ മക്കള് കൂടുതലായിട്ട് എന്ത് ചെയ്യേണ്ട? ടെൻഷൻ അടിക്കേണ്ട. സാറ് പറയുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അധികം ആൾക്കാരും പറയുന്നത് അറിയോ? ക്രിട്ടിക്കൽ കോൺ, ക്രിട്ടിക്കൽ ആംഗിൾ 90 ഡിഗ്രി ആണ്. അങ്ങനെയല്ല, 90 ഡിഗ്രി എന്നല്ല ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിക്കുക. മക്കൾ ഇത്ര മാത്രം നോക്കിയാൽ മതി. ഏതോ ഒരു ഇൻസിഡന്റ് ആംഗിളില്, ഏതോ ഒരു പതന കോണില് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, അപവർത്തന കോൺ 90 ഡിഗ്രി ആവും. ഏതോ ഒരു പതന കോണില്, ഏതോ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ എന്ത് ചെയ്യും? അപവർത്തന കോൺ 90 ഡിഗ്രി ആവും, അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആവണം. അപ്പൊ ഈ 5 ചിത്രത്തിലെ നോക്കുക, എവിടെയാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ആവുന്നത്, അപവർത്തന കോൺ 90 ആവുന്നത് നോക്കുക. എന്താ അപവർത്തന കോൺ എന്ന് പറഞ്ഞാൽ? അപവർത്തന കോൺ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? സിമ്പിൾ ആണ്. നോക്ക്, എല്ലാവരും നോക്ക്. ഇതാണ് സർഫസ് ഓഫ് സെപ്പറേഷൻ, ഇതാണ് നോർമൽ എന്ന് വിചാരിച്ചോ, നോർമൽ. അപ്പോ ഒരു ലൈറ്റ് എന്ത് ചെയ്യാറിയോ? മക്കളെ? ഒരു ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ഇങ്ങനെ വരിക, അങ്ങനെ ചെരിഞ്ഞു വരിക വിചാരിച്ചോ. ഇങ്ങനെ ചെരിഞ്ഞു വരിക. ഈ ലൈറ്റിനാണ് ഇൻസിഡന്റ് റേ എന്ന് വിളിക്കുക, പതനരശ്മി. ഈ ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലെങ്കിൽ പതന കോൺ എന്ന് വിളിക്കുക. അപ്പൊ ലൈറ്റ് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നറിയോ? ലൈറ്റ് ഇങ്ങനെ ചെരിഞ്ഞിട്ടില്ലടാ, ലൈറ്റ് ഇങ്ങനെ ചെരിഞ്ഞിട്ട് ഇങ്ങനെ ഇതിലൂടെ ഇങ്ങനെ പോയി വിചാരിച്ചോ. ഇതാണ് റിഫ്രാക്റ്റഡ് റേ അല്ലെങ്കിൽ അപവർത്തന രശ്മി എന്ന് വിളിക്കുക. ഇതെന്താ? നോർമലാ. ഇത് അപവർത്തന രശ്മിയാ പോകുന്നത്. ഈ ആംഗിൾ എത്ര നോക്ക് മക്കളെ? 90 ഡിഗ്രി അല്ലേ? അപവർത്തന കോൺ എത്രയാണ് മക്കളെ? 90 ഡിഗ്രി അല്ലേ? ആ അപവർത്തന കോൺ 90 ഡിഗ്രി ആവുന്നത് ഇത് ഏതോ ഒരു ആംഗിളിൽ എത്തുമ്പോഴാണ്. ഇത് 90 ഡിഗ്രി ആവുന്നത്. ഇയാൾ 90 ഡിഗ്രി ആവുന്നത് ഇത് ഏതോ ഒരു ആംഗിൾ എത്തുമ്പോഴാണ്. ഈ ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. ഈ ആംഗിളിനെയാണ് ക്രിട്ടിക്കൽ കോൺ എന്ന് വിളിക്കുക. അല്ലാതെ 90 ഡിഗ്രിനെ അല്ല. അധിക കുട്ടികളും തെറ്റിക്കുന്ന
ഈ കോണിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ അഥവാ ക്രിട്ടിക്കൽ കോൺ. നിങ്ങളോട് ചോദിച്ചത് അറിയോ? ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിളാ. ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോണാ ചോദിച്ചത്. അപ്പൊ ഇവിടെ ഗ്ലാസിന്റെ ചിത്രം മാത്രം എടുത്താൽ മതി. അപ്പൊ ഗ്ലാസിന്റെ ചിത്രം നോക്കുക, ഇവിടെ നോക്ക്. അപ്പൊ ഇവിടുത്തെ ക്രിട്ടിക്കൽ ആംഗിൾ, ക്രിട്ടിക്കൽ കോൺ എത്ര നോക്ക്? 42 ആണ്. അപ്പൊ 42 ഡിഗ്രി ആണ് ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ അഥവാ ക്രിട്ടിക്കൽ കോൺ. ഇത്രയുള്ള പരിപാടി. ഇത് സാറ് വളരെ പെട്ടെന്ന് കുറെ ക്വസ്റ്റ്യൻസ് മക്കൾക്ക് പറഞ്ഞതാണ്. എന്നാൽ ഇതുപോലെ ഓരോ ചാപ്റ്ററിനും എന്തൊക്കെയാണ് വരിക എന്നുള്ളതും ഓരോരോ ഭാഗത്ത് നിന്ന് എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളതും കൃത്യമായിട്ട് എന്ത് ചെയ്യാം നമുക്കറിയാം. അപ്പൊ മക്കൾക്ക് ഇത് വേണമെങ്കിൽ, ഇതിന്റെ ബാക്കി വീഡിയോ വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യുക. മക്കൾക്ക് ഏത് ചാപ്റ്ററിലെ ഏത് ഭാഗമാണ് എന്നുള്ളത് കൃത്യമായിട്ട് സാർ എന്ത് ചെയ്യും, പറഞ്ഞു തരും. മക്കൾ ഇത്ര മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഓണപരീക്ഷയ്ക്ക് ചോദിക്കുന്ന സെയിം ക്വസ്റ്റ്യൻ, അതേ പാറ്റേണിലുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അടക്കം നിങ്ങൾക്ക് വേണോ വേണ്ടെന്ന് മാത്രം എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോയുടെ ഇടയിൽ കമന്റ് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.